ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 അച്ച് ശർക്കര, 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായി വരട്ടെ, നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ 2 ചെറിയ പഴമാണ്, ആ പഴം തൊലി കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ആയി വന്നിട്ട് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ചട്ടി വെച്ച് ഞാൻ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പായി വന്നപ്പോൾ ഞാൻ അതിൽ കിസ്മസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നായി വരുമ്പോൾ നമുക്കത് കിസ്മസ് ബോൾ പോലെ ആകുമ്പോൾ നമുക്കത് മാറ്റി ഒരു പാത്രത്തിൽ വയ്ക്കാം. ഈ പലഹാരം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അത് മാറ്റി നെയ്യിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച പഴം 2 ഇട്ട് കൊടുത്തു. അതൊന്ന് ഇങ്ങനെ തന്നെ കിടന്നാലും മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് പഴത്തിൻ്റെ. അപ്പോൾ അതിങ്ങനെ ഒന്ന് വഴറ്റിയ പോലെ എടുത്തിട്ട് നമുക്കതൊന്ന് ചെറിയ കഷ്ണങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ ചെറുതാക്കി എടുക്കാം. പിന്നെ പലവട്ടം നമ്മൾ ഇളക്കുമ്പോൾ അതങ്ങനെ ചെറുതായി കഷ്ണങ്ങളായി വന്നോളൂ, അത്രയും വേണ്ട, അല്ലാണ്ട് വല്ലാണ്ട് ചതച്ചരച്ചെടുക്കണ്ട. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ എടുത്താൽ മതി. ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ തന്നെ ആ നെയ്യിലിങ്ങനെ വഴന്ന് ഇതായിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വേറെ പാത്രത്തിൽ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നെയ്യിൽ കിടന്നിട്ട് ഒരു സ്പൂണും കൂടി നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ നാളികേരം ഇട്ട് വല്ലാണ്ട് ചുവന്ന കളറായി വരണ്ട കേട്ടോ, അതിൻ്റെ ഒരു ഡ്രൈനെസ്സായി ഒരു തരുതരുന്നനെ കിടക്കാൻ വേണ്ടി മാത്രം അത്രയായാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് അവലിട്ട് കൊടുത്തിട്ട് അതും ആ നെയ്യിൽ കിടന്നിട്ടൊന്ന് വറുത്ത പോലെയായി വരിക. ഭയങ്കര വറവല്ല, ആ നെയ്യൊക്കെ അവലിലൊന്ന് ചേരണം, അത്രയേ ഉള്ളൂ. അവലൊരു ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഒരു ഇതായി വന്നുകൊണ്ട് നനവൊക്കെ കണ്ട നെയ്യ് അതിൽ ചേർന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി അരിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി അത് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഇനി ഈ പഴവും അല്ലാതെ ഇട്ട് കൊടുക്കാം. ഇനി ഏലക്കായ ഞാനൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അത് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോൾ ആ പഴം പൊട്ടും, പക്ഷേ ഇങ്ങനെ ഇതാവില്ല. ഒരു ചെറിയ കഷ്ണം നമുക്ക് കടിക്കാൻ പാകത്തിന് ഇതിൽ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പഴം കൂടി വേണമെങ്കിൽ ഇടാട്ടെ. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുള്ളൂ, എന്തോ അതിന് ഇട്ടെന്ന് മാത്രം. പിന്നെ ഞാനൊരു 2 ഉണ്ടാക്കണുള്ളൂ, അധികമൊന്നും ഉണ്ടാക്കണില്ല. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മസ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂണ്
ഇതിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് എല്ലായിടത്തും ആവണ വിധത്തിൽ നന്നായി എൻ്റെ കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗോതമ്പ് മാവിനേലും കുറച്ചും കൂടി ലൂസായിട്ട്, ഗോതമ്പ് മാവല്ല, ചപ്പാത്തി മാവിനേലും ലൂസായി കുഴച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നത് ഓരോ പൊടിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എനിക്കാവശ്യം വന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം ഗ്ലാസ്. ഞാൻ ഗോതമ്പ് പൊടി എടുത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഉപയോഗിച്ചു. ഓരോ പൊടിക്കനുസരിച്ചാണ് അത് വ്യത്യാസം. അപ്പോൾ ഇത് ഉണ്ട്, ഇതേപോലെയാണ് ആയി കിട്ടിയാണത്. അപ്പോൾ വെള്ളം ഈ 1 ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഞാൻ 2ആയിട്ട് എടുക്കും. അത് ശരിക്കും പറഞ്ഞത് ഇലയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് എണ്ണ തേച്ച് പരട്ടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക വേണ്ടത്. ഇപ്പം എനിക്ക് ഇലയൊക്കെ പൊട്ടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാത്രത്തിൽ നെയ്യ് തേച്ചിട്ട്, ഇങ്ങനെ ഒരു പാത്രത്തിൽ നെയ്യ് ചേർത്തിട്ട് അതിലത്തെ ഒരു പകുതി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണത്. അപ്പോൾ അത് പരത്തിയതിൻ്റെ മുകളിലായിട്ട് ഞാനിത് ഇട്ട് കൊടുത്തതാണ്. ഇനി ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ എണ്ണ തേച്ചത് കൊണ്ട് അത് അടിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുള്ളൂ, ഇത്തിരി സൂക്ഷിച്ചെടുക്കണമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണിത്. ഇതേപോലെ ഇരിക്കും, നിറയെ. നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അടിയിലൊരു നേരിയ പാട പോലെ ഗോതമ്പ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.